ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാം ക്ലാസ്സിൻ്റെ ഉത്കൃതനം ഒന്നാം ദിവസത്തെ വാർഷിക മൂല്യനിർണ്ണയം 2024-25 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൂട്ടുകാർ റെഡിയല്ലേ? അപ്പോൾ ഒന്നാം ദിവസമാണ് നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി പോകുന്നത് അല്ലേ? പ്രവർത്തനം 1 ആടാം പാടാം വരക്കാം വായിക്കാം എന്നുള്ളതാണ്. ഇവിടെ എന്താണ്, ഒരു കുട്ടി ഇങ്ങനെ കിടന്നിട്ട് ചിത്രം വരക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ വായിക്കാം, വരക്കാം, പാടാം, ആടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെടുത്ത് ടീച്ചർ പറയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനം ടീച്ചർ തരുന്ന പ്രവർത്തനമാണ്. ടീച്ചറാണ് നിങ്ങളുടെ അടുത്ത് പറയുക എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതിനനുസരിച്ച് അത് ചെയ്തു കൊടുക്കുക. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ, വായിക്കൂ, നിറം നൽകൂ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രവർത്തനം. ഇവിടെ ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകണം. ഓക്കെ, അപ്പോൾ ചെറിയ 2 നക്ഷത്രം എവിടെയാണ്? ഇവിടെയാണ് അല്ലേ. ഈ 2 എണ്ണത്തിന് എന്ത് കൊടുക്കണം? ചുവപ്പ് നിറം നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് വായിച്ചിട്ടാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് 2 ചെറിയ നക്ഷത്രം. ഇതിന് 2നും നമുക്ക് ചുവപ്പ് നിറം കൊടുക്കാം. ഇനി വലിയ നക്ഷത്രത്തിന് നീല നിറമാണ് നൽകേണ്ടത്. വലിയ നക്ഷത്രം ഏതാണ്? ഏറ്റവും വലുത്. ഏറ്റവും വലിയ നക്ഷത്രം എന്ന് പറയുന്നത് ഇതാണല്ലേ. അപ്പോൾ ഇതിന് എന്ത് കൊടുക്കണം? നീല നിറം കൊടുക്കണം. അപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ നിറമൊക്കെ ഉണ്ടായിരിക്കും. ക്രയോൺസോ സ്കെച്ചിനേക്കാൾ നല്ല ക്രയോൺസ് ആണ്. അത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പെൻസിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിറം കൊടുക്കുക. ഓക്കെ, കളർ പെൻസിൽ ഉണ്ടാവില്ല, അത് വെച്ചുകൊണ്ട് നിറം കൊടുക്കുക. ഇനി ചിരിക്കുന്ന നക്ഷത്രത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കുക. ഇവിടെ ഞാനൊരു മഞ്ഞ നിറമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട നിറമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി പൂവ് പോലുള്ള നക്ഷത്രം കണ്ടില്ലേ, അതിൻ്റെ നടുവിൽ മഞ്ഞ നിറവും ഇതളുകൾക്ക് പച്ച നിറവും കൊടുക്കുക. അപ്പോൾ നടുവിന് ഏത് കൊടുക്കുക? മഞ്ഞ നിറം കൊടുക്കുക. ഇനി എന്താ പറഞ്ഞത്? ഇതളുകൾക്ക് പച്ച നിറമാണല്ലേ. ഇതാണ് ഇതളുകൾ എന്ന് പറയുന്നത്. ഇതിന് ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പച്ച നിറവും കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ചെയ്തു കൊടുക്കുക. നിറം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക? പുറത്തൊക്കെ പോവാതെ നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നടുവിൽ മഞ്ഞ നിറം നൽകേണ്ടത് ഏത് നക്ഷത്രത്തിനാണ്? നടുവിൽ മഞ്ഞ നിറം നൽകേണ്ടത് ഏത് നക്ഷത്രത്തിനാണെന്നാ പറഞ്ഞത്? മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതായിരുന്നു ആ നക്ഷത്രം? പൂവ് പോലുള്ള നക്ഷത്രമായിരുന്നു അല്ലേ. അപ്പോൾ ആ പൂവ് പോലുള്ള നക്ഷത്രം എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി കൊടുക്കണം? സൂര്യൻ എന്നുള്ളത് കൊടുക്കുക. സൂര്യൻ. ഓക്കെ, സൂര്യൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് തരം തിരിക്കാം എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് വണ്ടികളുടെ ചിത്രങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ബസ്, മണ്ണുമാന്തി യന്ത്രം, ബോട്ട്, സൈക്കിള്, തോണി, തീവണ്ടി, വിമാനം, കപ്പൽ, റോക്കറ്റ്, ഹെലികോപ്റ്റർ, ഇതൊക്കെയാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക? ഇതിനെ നമുക്ക് 3 തരത്തിൽ തരം തിരിക്കണം. എന്തൊക്കെ എഴുതാം? കരയിലൂടെ പോകുന്നത്, അതുപോലെ തന്നെ ആകാശത്തിലൂടെ പോകുന്നത്, വെള്ളത്തിലൂടെ പോകുന്നത് അല്ലേ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് കരയിലൂടെ എന്നുള്ളത്. അടുത്തത് നമ്മൾ എന്തെഴുതാം? ആകാശത്തിലൂടെ എന്നെഴുതി കൊടുക്കുക. ആകാശത്തിലൂടെ. ഇനി മറ്റൊന്ന് എന്തെഴുതി കൊടുക്കാം? വെള്ളത്തിലൂടെ എന്നെഴുതി കൊടുക്കാം. വെള്ളത്തിലൂടെ. ഇനി ഏതൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. കരയിലൂടെ എന്നുള്ളതിൽ ഏതെഴുതാം? ബസ് എന്നെഴുതാം അല്ലേ. ബസ് കരയിലൂടെയാണ്. ഇനി മണ്ണുമാന്തി യന്ത്രം കരയിലൂടെയാണ്. മണ്ണുമാന്തി യന്ത്രം. ഇനി അടുത്ത ഏതാണ്? ബോട്ട്. ബോട്ട് എവിടെയാണ്? വെള്ളത്തിലൂടെ. അപ്പോൾ ബോട്ട് എന്നുള്ളത് ഇവിടെ എഴുതുക. ബോട്ട്. ഇനി തോണി. തോണിയും വെള്ളത്തിലൂടെയാണ്. തോണി. അടുത്ത സൈക്കിള്. സൈക്കിള് കരയിലൂടെ പോകുന്നതാണല്ലേ. അപ്പോൾ സൈക്കിൾ എന്നുള്ളത് ഇവിടെ എഴുതുക. അടുത്തത് തീവണ്ടി. തീവണ്ടി പോകുന്നത് ഏതാണ്? കരയിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ തീവണ്ടി എന്നുള്ളതും ഇവിടെ എഴുതുക. ഇനി അടുത്തത് നോക്കൂ, റോക്കറ്റ്. റോക്കറ്റ് ആകാശത്തിലൂടെ പോകുന്നതാണ്. റോക്കറ്റ്. വിമാനം ആകാശത്തിലൂടെ പോകുന്നതാണ്. കപ്പൽ എവിടെയാണ്? വെള്ളത്തിലൂടെയാണ് പോകുന്നത്. കപ്പൽ. ഇനി അടുത്തത് ഏതാണ്? ലോറി പോകുന്നത് എവിടെയാണ്? കരയിലൂടെയാണ്. ലോറി. ഇനി അടുത്തത് ഹെലികോപ്റ്റർ ആണ്. ഹെലികോപ്റ്റർ ഏതിനെ പോകുന്നത്? ആകാശത്തിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ തന്നിട്ടുള്ള പേരുകൾ അനുസരിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്? ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി ചക്രങ്ങളില്ലാത്ത ഒരു വാഹനത്തിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? നമുക്ക് തോണി എന്ന് എഴുതാം അല്ലേ. തോണിക്ക് ചക്രമില്ല. തോണി എന്ന് എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യം നോക്കൂ. പ്രവർത്തനം 4 കളിവണ്ടി എന്നുള്ളതാണ്.
ഇവിടെ തീവണ്ടി, ലോറി, വിമാനം, കാറ്, ഓട്ടോ അതിൻ്റെ ഓരോന്നിൻ്റെയും വിലയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? വാഹനങ്ങളുടെ വില ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വാഹനങ്ങളുടെ വില ഏറ്റവും ചെറുത് ഏതാണ്? 16 ആണല്ലേ. അപ്പോൾ ആദ്യം 16 എന്ന് എഴുതി കൊടുക്കുക. പിന്നെ വരുന്നത് 30 ആണ്, 30 എന്ന് എഴുതി കൊടുക്കുക. പിന്നെ വരുന്നത് ഏതാണ്? 41 ആണ്. അതിനുശേഷം വരുന്നത് 55, പിന്നെ വരുന്നത് 80. ഇനി തീവണ്ടി, കാറ് എന്നിവ വാങ്ങാൻ ആകെ എത്ര രൂപ വേണം? തീവണ്ടിക്ക് എത്ര രൂപയാണ് കൂട്ടുകാരെ? ഓക്കെ, തീവണ്ടിക്ക് 55 രൂപയാണ് അല്ലേ. തീവണ്ടിക്ക് 55 രൂപ. കാറിന് എത്ര രൂപയാണ്? കാറിന് 30 രൂപ. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി നോക്കണം. 55 + 30, 5 വരും. 5 3 8, ആകെ എത്ര രൂപ വരും? 85 രൂപയാണ് വേണ്ടത്. ഏറ്റവും വില കൂടിയ കളിപ്പാട്ടം ഇതിലേതാണ്? ഏറ്റവും വില കൂടിയതെന്ന് പറയുന്നത് 80 രൂപയുടെ വിമാനമാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? വിമാനം എന്ന് എഴുതി കൊടുക്കുക. വിമാനം വേണമെങ്കിൽ 80 എന്നും എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി താഴെ ചോദിക്കുന്നുണ്ട് 16 രൂപ വിലയുള്ള ഓട്ടോ വാങ്ങാൻ ഏതൊക്കെ നാണയങ്ങളും നോട്ടുകളും ഉപയോഗിക്കാം? 16 രൂപയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10ൻ്റെ നോട്ട്. ഓക്കെ, 10ൻ്റെ നോട്ട് ഒരെണ്ണം ഉപയോഗിക്കാം. 10ൻ്റെ നോട്ട് ഒരെണ്ണം. ഇനി 5ൻ്റെ നോട്ട്, 5ൻ്റെ നോട്ട് ഒരെണ്ണം. അപ്പോൾ 10ഉം 5ഉം എത്രയായി? 15 ആയല്ലേ. ഇനി 1ൻ്റെ നാണയം, 1ൻ്റെ നാണയം ഒരെണ്ണം ഉപയോഗിക്കാം. അപ്പോൾ മൊത്തം 16 രൂപയായി. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ പ്രവർത്തനം 5 മുയൽ കണ്ട കാഴ്ചകളാണ്. ചിത്രം നോക്കി മുയൽ കണ്ട കാഴ്ചകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ താഴെ നിങ്ങൾ എഴുതി കൊടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ് മുയൽ കണ്ടിട്ടുണ്ടാവുക? മുയൽ വിമാനത്തിൽ പോകുന്ന സമയത്ത് താഴേക്ക് നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളെയാണ് കണ്ടത്. വയലുകളും അതുപോലെ തന്നെ പുഴകളും എല്ലാം കണ്ടു. പുഴയിൽ ഒരാൾ മീൻ പിടിക്കുന്നത് കണ്ടു. തോണിയിൽ ഒരാൾ യാത്ര ചെയ്യുന്നതും കുട്ടികൾ പട്ടം കൊണ്ട് കളിക്കുന്നതും കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ട്രെയിന് പോകുന്നുണ്ട് അല്ലേ. തീവണ്ടി പോകുന്നത് കണ്ടു. പക്ഷികൾ പറക്കുന്നതും മേഘങ്ങൾ കൂട്ടങ്ങളായി പോകുന്നതും ഒക്കെ കണ്ടു. അങ്ങനെ ഇത് കണ്ടു അത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണോ കാണുന്നത് അതൊക്കെ നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതാൻ നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.